ഹലോ, ഞാൻ ഇന്നെൻ്റെ മുടി കട്ട് ചെയ്യാൻ പോവാണ്. അപ്പം എന്താവും എന്നൊന്നും അറിഞ്ഞൂടാ. ഞാൻ സ്വന്തമായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതിന് മുന്നേ കട്ട് ചെയ്തിട്ടുണ്ട്, എന്നാലും ഇന്നൊരു പ്രത്യേക എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുഴപ്പമില്ലായിരിക്കും, എന്താവും നോക്കാം. ആദ്യം തന്നെ ഞാൻ എൻ്റെ മുടിയുടെ ലെങ്തും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ മുടിയുടെ ലെങ്ത്. അപ്പം അത്യാവശ്യം ലെങ്തും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ഉണ്ട്. കുറേ ആയില്ല കട്ട് ചെയ്തിട്ട്, അപ്പം നല്ല ലെങ്ത് ഉണ്ട്. അപ്പം നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ മുടി ഒന്ന് ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ്, അപ്പം ഭയങ്കര ഫ്രിക്സി ഹെയർ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണയൊക്കെ തേച്ച് കൊടുത്തൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നല്ലതുപോലെ ഒന്ന് ഒതുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ചീകി കൊടുക്കുന്നുണ്ട്. ഇതിന് മുന്നേ ഞാൻ മുടിയുടെ കെട്ടും കാര്യങ്ങളൊക്കെ കളഞ്ഞിരുന്നു. അപ്പം എൻ്റെ മുടി പെട്ടെന്ന് ഇങ്ങനെ കെട്ടി വീഴുന്നത് കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ചീകി കൊടുക്കാറുണ്ട്. അപ്പോൾ എണ്ണ തേച്ചതിന് ശേഷവും ഞാൻ ഇതുപോലെ മുടി ഒന്ന് കെട്ടൊക്കെ പോകാൻ വേണ്ടി ഒന്ന് ചീകി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ മുടി വെട്ടുന്നതിന് മുന്നേ മുടിയിൽ കെട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പം ഞാൻ ആദ്യം തന്നെ മുടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ആദ്യം മുടി നേരെ ഒന്ന് വകവെടുക്കുന്നുണ്ട്. നടുവശത്തോടെ ഒന്ന് വകവെടുത്ത് രണ്ട് സൈഡിലോട്ടാക്കിയിട്ട് ഇതുപോലെ ബണ്ണിട്ട്, നല്ലൊരു ടൈറ്റായിട്ടുള്ള ബണ്ണിട്ട് നല്ലപോലെ ടൈറ്റിലൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. നല്ല ടൈറ്റ് കെട്ടിക്കൊടുക്കണം. ലൂസായിരുന്നാൽ മുടി കയറി ഇറങ്ങിയൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കയറി ഇറങ്ങിയൊക്കെ പോവും. അപ്പം നല്ല ടൈറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്തല്ല, ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഓക്കെ. അതിന് ശേഷം ഞാനിതുപോലെ മുടി ഒന്ന് ചീകിയൊക്കെ കൊടുത്ത് ഒന്ന് രണ്ട് പാർട്ടീഷനായിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ എപ്പോഴും മുടിയൊക്കെ വെട്ടാറുള്ളത്, ഈ ഒരു മെത്തേഡിലാണ്. അപ്പം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് ഒന്ന് ലെവലാക്കിയൊക്കെ ഒന്ന് കൊടുത്ത് ഒന്ന് ചീകിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കെട്ട് വീഴും, അതുകൊണ്ട് ഇങ്ങനെ ചീകിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സെറ്റ് ചെയ്തൊക്കെ എടുത്തു. ഇനിയിപ്പോൾ ഇത്രയങ്ങ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഓർത്തു വേണ്ട, എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇവിടുന്ന് ഇറക്കി വിടും അങ്ങനെയാണെങ്കിൽ. അപ്പം എനിക്കും കുറച്ച് പേടിയാണ്, മുടിയുടെ വെട്ടുന്ന കാര്യം വരുമ്പം എനിക്ക് അത്രയും ഒരു ധൈര്യം വരില്ല. അപ്പം ഇങ്ങനെ ഇതുപോലെ ഇത്രയും കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുപോലെ ബണ്ണ് അറ്റത്തായിട്ട് ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് ഇട്ട് കൊടുക്കണം. നമുക്ക് വേണ്ട ലെങ്തിനനുസരിച്ച് ടൈറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. ഈ കത്രികയ്ക്ക് മൂർച്ച തീരെ കുറവാണ്, എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് മുടിയാണെങ്കിലും കട്ട് ചെയ്യുമ്പം കുറച്ചൊരു ഉള്ളിലൊരു പേടിയൊക്കെ ഉണ്ട്. എന്താണെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെ ഉള്ളവരൊക്കെ കാണുമല്ലേ. അപ്പോൾ എനിക്കങ്ങനെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം കട്ട് ചെയ്തു. ഇനി നമുക്കിത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി ഇച്ചിരി കട്ട് ചെയ്താലും കുറച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പതിയാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഞാൻ കുറച്ച് വീഡിയോ ഇച്ചിരി സ്പീഡിൽ ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പം എനിക്കിഷ്ടമായിട്ടോ. ഇത്രയും ലെങ്താണ് എനിക്ക് പൊതുവെ ഇഷ്ടം. അപ്പം ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ ഇത്ര ലെങ്തും കാര്യങ്ങളൊക്കെയാണ് ഞാൻ വെട്ടിയിരിക്കുന്നത്. കൊള്ളാമല്ലേ? അപ്പം ഞാൻ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുടിക്കും ജീവനൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് നമ്മൾ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് പണ്ട് മുതൽ ഇങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ. അപ്പോൾ അത്രയുള്ള എൻ്റെ വീഡിയോ. എൻ്റെ ചാനൽ ആദ്യമായിട്ടായാലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ ഓക്കേ.